അതെ, നമുക്ക് ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം എന്താ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പരിപ്പ് കറിയാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ വീട്ടിൽ പരിപ്പ് ഉണ്ടാവുകയും ചെയ്യും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിപ്പ് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി നമുക്ക് പല ടൈപ്പിൽ വെക്കാം അല്ലേ. പരിപ്പ് മാത്രമായിട്ട് നമുക്ക് ദാൽ കറി ആക്കി വെക്കാം, പരിപ്പ് ഉള്ളിയും തക്കാളി ഇട്ടിട്ട് വെക്കാം. അതുപോലെ പരിപ്പിൻ്റെ കൂടെ ഇങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇട്ടിട്ട് പടവലം, കുമ്പളം, മുരിങ്ങക്കായ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ പരിപ്പും ചക്കക്കുരു മുരിങ്ങക്കായും വെക്കാം. അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെ ഏതെങ്കിലും ചീര ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വെക്കാം. പിന്നെ മുരിങ്ങയില, അങ്ങനെയൊക്കെ നമുക്ക് പരിപ്പ് വെക്കാം അല്ലേ. നിങ്ങൾ ഏത് ടൈപ്പ് പരിപ്പ് കറിയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിൽ 2 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. പരിപ്പ് കറി നമുക്ക് തേങ്ങ അരയ്ക്കാതെയും അതുപോലെ തേങ്ങ അരച്ചിട്ടൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള പരിപ്പ് കറിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് തേങ്ങയിലേക്ക് ചെറിയ ജീരകം അതുപോലെ ഒരു ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ എന്തിനും ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ. പക്ഷെ നമ്മൾ പരിപ്പൊക്കെ ഇതുപോലെ മൺചട്ടിയിൽ വേവിക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുക്കറിലൊന്നിങ്ങനെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് കറി ബാക്കിയൊക്കെ ചെയ്യുന്നത് ചട്ടിയിലാണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും പിന്നെ കുറച്ച് വെള്ളം, നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്കും അതിൻ്റെ ആ ഒരു മൂടിയിലേക്കൊക്കെ ഒഴിച്ചിട്ടൊന്ന് പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മുരിങ്ങക്കായൊക്കെ നല്ലൊരു കറക്റ്റ് പാകത്തിനായിട്ട് വെന്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് വെന്തിട്ട് മുരിങ്ങക്കായ ഇങ്ങനെ ഉടയുന്ന സമയത്ത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നല്ലൊരു പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾ തിളയ്ക്കുന്ന സമയത്ത് മഞ്ഞ കളർ വന്നോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചേർത്ത മഞ്ഞ കളർ ഇത്തിരി കൂടുതലാണോ എന്ന്, കാരണം അത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മഞ്ഞളായിരുന്നു. അപ്പോൾ നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ തിളച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വറവിട്ടും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലതാണ് പരിപ്പ് വെക്കുന്ന സമയത്ത് ആ ഒരു വയറിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വറവിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ഒരു കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെക്കുക. ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവറും ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ പിന്നെ അടപ്പ് തുറന്നിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പരിപ്പ് കറിയാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.